തൊപ്പിയെ കുറിച്ച് അറിയാലോ, IRL ലൈവ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ പാഷനായിട്ട് ഞാൻ ചെയ്യണം. 99% പണം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ കൂടെ പോരും. പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് വലിയ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷന് പുറകെ പോയിട്ടുള്ള ജോബ് ചെയ്യാൻ പറയാൻ ഒരാളും പറയുന്നില്ല. ഒരുപാട് ബൾക്കി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് ചെയ്യുക എന്നല്ല. 9 to 5 ജോബിനെ കുറിച്ചാണ്. എന്താണ് 9 to 5 ജോബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഗൈസ്, എന്തല്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് 9 to 5 ജോബിനെ കുറിച്ചാണ്. എന്താണ് 9 to 5 ജോബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത്? ഞാൻ ഓരോരുത്തരോടാണ് ചോദിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത്? പ്രായമായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് എന്താണ് ജോലി എന്നാണ്. അല്ലാതെ പിന്നെ അവൻ്റെ പാഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അവന്റെ പാഷനിലൂടെയാണ് അവൻ ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജെൻസീസ് അങ്ങനെയല്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യണം, എന്ത് ഫോക്കസ് ചെയ്യണം, എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അതിനനുസൃതമായിട്ട് ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു 5 വർഷം പിറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടപ്പുകളൊക്കെ പൊതുവെ കുറവാണ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഒരു 90% ആളുകളും 9 to 5 ജോബിന് പിറകെ തന്നെയാണ്. അതിനുള്ള റീസൺ നമ്മളൊക്കെ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിച്ചിട്ടൊരു കാര്യമാണ്. നിങ്ങൾ പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും അധ്യാപകരായാലും അല്ലെ, എല്ലാവരും പറയുന്ന കാര്യം, വീട്ടിൽ നിന്നായാലും പറയുന്ന കാര്യമാണ്, നന്നായിട്ട് പഠിക്കുക, എന്നിട്ടൊരു ജോലി നേടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കാൻ എന്നും ഒരാളും നമ്മളോട് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷന് പുറകെ പോയിട്ടുള്ള ജോബ് ചെയ്യാൻ പറയാൻ ഒരാളും പറയുന്നില്ല. അതിനൊരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. അവൻ വളർന്നു വരുന്ന സാഹചര്യം, അവന്റെ ചുറ്റുപാടുള്ള ആളുകൾ, പിന്നെ പ്രത്യേകിച്ച് ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിലേക്ക് വരുന്നതാണ് ഏറ്റവും വിഷയം. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് വലിയ, ഒരുപാട് ബൾക്കി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് ചെയ്യുക എന്നല്ല. ഏറ്റവും ചെറിയ ഒരു കച്ചവടം, ഒരു സ്മോൾ ആയിട്ടുള്ള ചെറിയ കച്ചവടം പോലും അതുപോലും ബിസിനസ് മൈൻഡാണ്. അത്തരത്തിലുള്ള ആളുകൾക്കല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. പ്രായമായിട്ടുള്ള ആളുകളുടെ ചിന്താഗതി മാറ്റേണ്ടതല്ലേ? ഇത് പിന്നെ ഈ ചിന്താഗതിയെ കുറിച്ച് അറിയാവുന്നത് ചെറുപ്പക്കാർക്ക് മാത്രമാണ്. ഇതെങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവനവന്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെ? അവരുടെ കൺസെപ്റ്റ് നമ്മളായിട്ട് മാറ്റണം. പുറത്തുനിന്ന് ഒരാൾ പറയുന്നതിനെ നമ്മൾ പറഞ്ഞ് ശരിയാക്കുന്നതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് 9 to 5 ജോബിനോട് നിങ്ങളുടെ അഭിപ്രായം? എനിക്കൊരു താല്പര്യമില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ സ്ട്രീമിങ്, ഗെയിമിങ്, പിന്നെ തൊപ്പിയെ കുറിച്ച് അറിയാലോ, IRL ലൈവ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ പാഷനായിട്ട് ഞാൻ ചെയ്യണം. എനിക്ക് ഒരുപാട് മുന്നേ തന്നെ ഈ പാഷനാണ്. എന്റെ കാര്യം ഞാൻ പറയാട്ടോ. പിന്നെ ഈ ഗെയിമിംഗ് സെക്ടർ ഉണ്ടല്ലോ, ഗെയിമിംഗ് സെക്ടർ, അതുപോലെ തന്നെ ആനിമേഷൻ, 3D ആനിമേഷൻ എന്നുള്ള സംഗതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഡ്രോയിങ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ട്രാവലിംഗ് പിന്നെ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അത് വേറെ. ആ ചാനൽ ലിങ്ക്, ആ ചാനലിലായിരിക്കുമല്ലോ ഞാൻ ഈ വീഡിയോ പറയുക. നിങ്ങൾ റീൽസിലാണ് കാണുന്നതെങ്കിൽ ഞാൻ ലിങ്ക് തന്നെ കൊടുക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പാഷന്റെ പുറകെ പോയിട്ട് സമ്പാദിക്കണം. ലൈഫ് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. ഒരു 10-25 വയസ്സ് വരെയൊക്കെ നമുക്ക് നല്ല കളറായിട്ട് തോന്നും. അതിനുശേഷം പണം മാത്രമാണ് എല്ലാം എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. 99.9% പണം തന്നെയാണ്. അതുണ്ടെങ്കിലാണ് ബാക്കിയൊക്കെ നമുക്കറിയാലോ. 99% പണം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ കൂടെ പോരും. പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ് 9 to 5 ജോബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?